നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാങ്കിംഗ് മേഖലയെയും നിക്ഷേപകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു പ്രധാന വാർത്തയെക്കുറിച്ചാണ്. IDFC ഫസ്റ്റ് ബാങ്കിൽ നടന്ന 590 കോടി രൂപയുടെ വൻ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ഇൻട്രാഡേയിൽ ലോവർ സർക്യൂട്ടിലെത്തിയ ഓഹരിയും ഇനി നിക്ഷേപകർ എന്ത് ചെയ്യണമെന്നും എന്താണ് അനലിസ്റ്റുകൾ പറയുന്നതെന്നും മനസ്സിലാക്കാം. ഹരിയാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ചണ്ഡീഗഡ് ബ്രാഞ്ചിലാണ് ഈ തിരിമറി നടന്നിരിക്കുന്നത്. ഹരിയാന സർക്കാർ തങ്ങളുടെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനും പണം മറ്റൊരു ബാങ്കിലേക്ക് മാറ്റാനും ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ തട്ടിപ്പ് വെളിച്ചത്തായത്. ബാങ്കിലെ ബാലൻസും സർക്കാർ രേഖകളിലെ തുകയും തമ്മിൽ വലിയ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഏകദേശം 590.25 കോടി രൂപയുടെ കുറവ് കണ്ടെത്തിയത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പുറത്തുള്ള വ്യക്തികളുമായി ചേർന്ന് നടത്തിയ ആസൂത്രിതമായ നീക്കമാണിതെന്ന് കരുതപ്പെടുന്നു. വ്യാജ ചെക്കുകളും ലെറ്ററുകളും ഉപയോഗിച്ച് മാനുവൽ രീതിയിലാണ് പണം വകമാറ്റിയതെന്നാണ് ബാങ്ക് CEO വി വൈദ്യനാഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാങ്കിന്റെ സിസ്റ്റത്തിൽ തകരാറുകളൊന്നുമില്ലെന്നും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് ബാങ്ക് അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംശയ നിഴലിലുള്ള 4 ജീവനക്കാരെ ഇതിനോടകം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കൂടാതെ ഈ കേസിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ പ്രശസ്ത ഓഡിറ്റിംഗ് സ്ഥാപനമായ KPMGയെ ഫോറൻസിക് ഓഡിറ്റിംഗിനായി നിയോഗിച്ചിട്ടുമുണ്ട്. കാണാതായ പണം തിരിച്ചുപിടിക്കാനായി മറ്റു ബാങ്കുകളിലെ സംശയാസ്പദമായ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ആവശ്യപ്പെടുകയും പോലീസിലും എക്കണോമിക് ഒഫൻസ് വിംഗിലും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ലാഭവിഹിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തുക വളരെ വലുതാണ്. ബാങ്കിന്റെ കഴിഞ്ഞ ക്വാർട്ടറിലെ ലാഭത്തെക്കാൾ കൂടുതലാണ് ഈ തട്ടിപ്പ് നടന്ന തുക എന്നത് നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നുണ്ട്. എങ്കിലും ബാങ്കിന്റെ മൂലധന അടിത്തറ ഭദ്രമാണെന്നും മറ്റു ഉപഭോക്താക്കളെ ഇത് ബാധിക്കില്ല എന്നുമാണ് മാനേജ്മെന്റ് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഫോറൻസിക് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. വിപണിയിൽ ഇതോടെ ഓഹരിയിൽ കനത്ത തകർച്ചയാണ് കാണാൻ സാധിച്ചത്. ഓഹരി 20% ഇടിവ് രേഖപ്പെടുത്തി. 2020 മാർച്ചിന് ശേഷം ഈ ഓഹരി നേരിടുന്ന ഏറ്റവും വലിയ ഏകദിന തകർച്ചയാണിത്. ട്രേഡിംഗ് സെഷൻ ആരംഭിച്ച ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ IDFC ഫസ്റ്റ് ബാങ്കിന്റെ 3.17 കോടി ഓഹരികളുടെ ഒരു ബ്ലോക്ക് ഡീലിലും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ബാങ്കിന്റെ ആകെ ഓഹരി മൂലധനത്തിന്റെ അതായത് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റിയുടെ 0.4% വരുന്ന ഈ ഇടപാടിന്റെ മൊത്തം മൂല്യം 236 കോടി രൂപയാണ്. എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്ര രീതിയിൽ ഓഹരിയെ ബാധിച്ചത്? IDFC ഫസ്റ്റ് ബാങ്ക് മൂന്നാം പാദത്തിൽ നേടിയ ആകെ അറ്റാദായത്തെക്കാൾ കൂടുതലാണ് ഇപ്പോൾ നഷ്ടപ്പെട്ട 590 കോടി രൂപ. ബാങ്കിന്റെ ആകെ നിക്ഷേപത്തിന്റെ 0.21%, ആകെ ആസ്തിയുടെ 1.2%മാണ് ഈ തുക. വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് പ്രതീക്ഷിക്കുന്ന ആകെ അറ്റാദായത്തിന്റെ 20%-ലധികം വരും ഈ തുക. കൂടാതെ ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രതയുടെ സൂചകമായ CET1 റേഷ്യോയെ ഇത് 18 ബേസിസ് പോയിന്റ് വരെ ബാധിച്ചേക്കാം. നിലവിൽ ഇത് 14.23%. ബാങ്കിന്റെ നിക്ഷേപ വളർച്ചയെയും ഈ സംഭവം പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് അനലിസ്റ്റുകൾ കരുതുന്നുണ്ട്. ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ ബാങ്കിന്റെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ 93.9% ഇത് 80-ലേക്ക് താഴ്ത്തി കൊണ്ടുവരാനുള്ള ബാങ്കിന്റെ ലക്ഷ്യത്തിന് ഈ വെല്ലുവിളി തടസ്സമായേക്കാം. ഏതായാലും സംഭവത്തെ തുടർന്ന് മാനേജ്മെന്റ് കോൺകോൾ വഴി ചില വ്യക്തതകൾ കൂടി നൽകിയിട്ടുണ്ട്. ഈ പ്രശ്നം കേവലം ഒരു ബ്രാഞ്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്നും തങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം നഷ്ടപ്പെട്ട തുക കൃത്യം 590 കോടി രൂപ തന്നെയാണ് എന്നും ഇതിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും IDFC ഫസ്റ്റ് ബാങ്ക് മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്കിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമാണ് എന്ന് MDയും CEOയുമായ വി വൈദ്യനാഥൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിന്റെ സിസ്റ്റങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമാണെന്നും ഇതൊരു ഡിജിറ്റൽ തട്ടിപ്പല്ല മറിച്ച് ഭൗതികമായി നടന്ന ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്കിന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കവേ ബാങ്ക് ഇപ്പോഴും സാമ്പത്തികമായി ശക്തമായ നിലയിലാണ് എന്നും കടം നൽകുന്നതിലെ ചെലവുകൾ കുറഞ്ഞു വരികയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 4ാം പാദത്തിൽ ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ മെച്ചപ്പെടുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് അനലിസ്റ്റുകൾ നൽകിയ പ്രതികരണം കൂടി മനസ്സിലാക്കാം. ഇൻവെസ്റ്റർ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ലക്ഷ്യവില 105 രൂപയിൽ നിന്ന് 92 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. എന്നാൽ ജെഫറി സി ഓഹരിയിൽ ബൈ റേറ്റിംഗ് നിലനിർത്തുകയും ലക്ഷ്യവില 100 രൂപയാക്കി നിശ്ചയിക്കുകയും ചെയ്തു. എങ്കിലും ബാങ്ക് തങ്ങളുടെ പ്രവർത്തന നിയന്ത്രണങ്ങൾ ശക്തമാക്കണമെന്നും ഈ പ്രശ്നം മറ്റ് ഉപഭോക്താക്കളെ ബാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കണമെന്നും ജെഫ്രീസ് നിർദ്ദേശിക്കുന്നുണ്ട്. ബാങ്കിനെ നിരീക്ഷിക്കുന്ന 29 അനലിസ്റ്റുകളിൽ 18 പേരും ഓഹരിക്ക് ബൈ എന്ന റേറ്റിംഗ് തന്നെയാണ് നിലനിർത്തുന്നത്.
6 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട്. എന്നാൽ 5 അനലിസ്റ്റുകൾ അതേസമയം സെൽ എന്ന ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഓഹരികൾ 70.98 രൂപയ്ക്കും താഴേക്ക് പോയി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം 40% വളർച്ച നേടിയ ഈ ഓഹരി തങ്ങളുടെ 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 87 രൂപയ്ക്ക് തൊട്ടടുത്തായിരുന്നു വ്യാപാരം നടത്തിയിരുന്നത്. ഈ ഓഹരിക്ക് 70 to 72 രൂപ റേഞ്ചിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു തട്ടിപ്പ് വാർത്ത വന്നതോടെ ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. ഈ വില താഴേക്ക് പോയ സാഹചര്യത്തിൽ കൂടുതൽ താഴാനുള്ള സാധ്യത തന്നെയാണ് അനലിസ്റ്റുകൾ കാണുന്നത്. RSI ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഓവർസോൾഡ് മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇത് വിപണിയെ കടുത്ത ഭീതിയെ അഥവാ പാനിക് സെല്ലിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് നടന്ന 3.17 കോടി ഓഹരികളുടെ ബ്ലോക്ക് ഡീൽ സൂചിപ്പിക്കുന്നത് വലിയ നിക്ഷേപകർ ലാഭമെടുത്ത് പിന്മാറാനോ അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ ഓഹരികൾ വാങ്ങാനോ ശ്രമിക്കുന്നു എന്നാണ്. 2020 കോവിഡ് പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവായതുകൊണ്ട് തന്നെ ഈ ഓഹരി ഇനി തിരിച്ചു കയറണമെങ്കിൽ 80 രൂപ എന്ന നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. നിക്ഷേപകർ പുതിയ എൻട്രികൾ നടത്തുന്നതിന് മുൻപ് വിപണി ശാന്തമാകുന്നതുവരെ കാത്തിരിക്കുന്നതാണ് ഉചിതം. ഓഹരി വില 68 രൂപ നിലവാരത്തിലേക്ക് താഴ്ന്നതോടെ ചാർട്ടിലെ സാങ്കേതിക സൂചനകൾ അഥവാ ടെക്നിക്കൽ ലെവൽസ് കൂടുതൽ സങ്കീർണമാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ കൂടി നമുക്ക് നോക്കാം. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 65 to 66 രൂപ നിലവാരത്തിൽ തന്നെയാണ്. 70 രൂപ എന്ന ശക്തമായ സപ്പോർട്ട് തകർന്നതിനാൽ ഓഹരി അടുത്തതായി ലക്ഷ്യം വെക്കുന്നത് ഈ മേഖല തന്നെയായിരിക്കും. മുൻപ് പലതവണ ഓഹരി തിരിച്ചു പിടിച്ച ഒരു പ്രധാന ഏരിയയാണിത്. വില ഇതിനും താഴേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ തകർച്ച തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മേജർ പാനിക് സപ്പോർട്ട് 62 രൂപയിലാണ്. 65 രൂപ എന്ന ലെവലും തകർന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ 62 രൂപ വരെ താഴാനുള്ള സാധ്യതയുണ്ട്. 2024 തുടക്കത്തിൽ ഓഹരി വലിയ കുതിച്ചുചാട്ടം നടത്തിയ ഒരു ബേസ് ലെവലാണിത്. നേരത്തെ സപ്പോർട്ട് ആയിരുന്ന 70 ഇനിയൊരു ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഓഹരി തിരിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ 70 രൂപയിൽ വലിയ വിൽപ്പനാ സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു റിലീഫ് റാലി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അടുത്ത റെസിസ്റ്റൻസ് 78 രൂപയിലാണ്. ഇന്നത്തെ വലിയൊരു ഇടിവിലൂടെ ചാർട്ടിൽ ഉണ്ടായ ഒരു ഗ്യാപ്പ് ആണിത്. ഈ ഗ്യാപ്പ് നികത്തണമെങ്കിൽ ബാങ്കിൽ നിന്ന് വളരെ പോസിറ്റീവായ വാർത്തകൾ, അതായത് ഉദാഹരണത്തിന് പണം തിരിച്ചു പിടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരേണ്ടതുണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ 22 to 25 റേഞ്ചിലാണ്. ഇത് എക്സ്ട്രീംലി ഓവർസോൾഡ് അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. സാങ്കേതികമായി ഇവിടെ നിന്നൊരു തിരിച്ചു കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ട്രെൻഡ് ഇപ്പോൾ നെഗറ്റീവ് തന്നെയാണ്. കഴിഞ്ഞ മാസങ്ങളിലെ ശരാശരി വോള്യത്തെക്കാൾ 5 മുതൽ 6 ഇരട്ടി വ്യാപാരമാണ് ഇന്ന് നടക്കുന്നത്. ഇത് വൻകിട നിക്ഷേപകർ ഓഹരികൾ വിറ്റൊഴിയുന്നതിന്റെ സൂചനയാണ്. 65 രൂപ എന്ന നിലവാരത്തിൽ ഓഹരിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നതാണ് ഇനി നിരീക്ഷിക്കേണ്ടത്. അതുവരെ പുതിയ വാങ്ങലുകൾ അഥവാ ഫ്രഷ് ബൈയിങ് ഒഴിവാക്കുന്നത് തന്നെയാണ് സുരക്ഷിതം. ഇനി നിലവിലെ സാഹചര്യത്തിൽ ലാഭം എടുക്കുന്നതിനെ കുറിച്ചുള്ള സംശയമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീരുമാനം നിങ്ങളുടെ ആവറേജ് ബൈയിങ് പ്രൈസിനെയും ഒപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ അഥവാ നിക്ഷേപ കാലാവധിയും അടിസ്ഥാനമാക്കിയാണ് എടുക്കേണ്ടത്. നിങ്ങൾ 40 രൂപ അല്ലെങ്കിൽ 50 രൂപ റേഞ്ചിൽ വാങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ലാഭത്തിൽ തന്നെയാണ്. 70 രൂപ എന്ന ശക്തമായ സപ്പോർട്ട് തകർന്നത് ഒരു മോശം സൂചനയാണ്. അതിനാൽ തന്നെ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി ഓഹരി 65, 62 ലെവലുകളിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ അഥവാ ഈ വാർത്തയ്ക്ക് തൊട്ട് മുൻപാണ് നിങ്ങൾ ഓഹരിയിൽ പൊസിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നഷ്ടത്തിലായിരിക്കാൻ തന്നെയാണ് സാധ്യത. 70 രൂപ എന്ന സ്റ്റോപ്പ് ലോസ് ലെവൽ ഇപ്പോൾ ബ്രീച്ച് ചെയ്യപ്പെട്ടു. സാങ്കേതികമായി പറഞ്ഞാൽ ഒരു സപ്പോർട്ട് തകരുമ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് വലിയ നഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും. ബാങ്ക് തട്ടിപ്പ് വാർത്തകൾ വരുമ്പോൾ ഓഹരികൾ പലപ്പോഴും ഓവർ റിയാക്ട് ചെയ്യാറുണ്ട്. CEO പറഞ്ഞ പോലെ തന്നെ ഇത് കേവലം ഒരു ബ്രാഞ്ചിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമാണെങ്കിൽ ഓഹരി 65 രൂപ നിലവാരത്തിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഫോറൻസിക് ഓഡിറ്റിൽ കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ വില ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടെങ്കിൽ തുക സുരക്ഷിതമാക്കാൻ ഇപ്പോൾ ലാഭം എടുക്കാവുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് വലിയ ലാഭമില്ലെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവലായ 65 രൂപ നിരീക്ഷിക്കുക. അതിനേക്കും താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ലാഭം എടുക്കുകയോ അല്ലെങ്കിൽ നഷ്ടം കുറയ്ക്കുകയോ ചെയ്യുന്നത് തന്നെയാണ് ഉചിതം. ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ നിർദ്ദേശത്തോടെ മാത്രം ചെയ്യുക.